Oh, n is a multiple, n is an even integer, then we write n is a multiple of 2. That means n is 2k, where k is some integer. 2 into k. M is an odd integer, then we say that m is a multiple of 2 plus 1, 2k plus 1, where k is some integer. So, odd ആണെങ്കിൽ 2 ന്റെ മൾട്ടിപ്പിൾ ആയിട്ടും ഈവൻ ആണെങ്കിൽ 2 ന്റെ മൾട്ടിപ്പിൾസ് പ്ലസ് 2 ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്നായിരിക്കും നമ്മൾ എഴുതുക. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് for all integers k and l for all integers k and l, if k and l are both odd, then k plus l is even. ശരിയല്ലേ? നമുക്ക് കൊച്ചു പിള്ളേർക്ക് പോലും അറിയുന്ന കാര്യമല്ലേ? രണ്ട് ഓഡ് ഇന്റിജേഴ്സിന് ആഡ് ചെയ്താൽ ഒരു ഈവൻ ഇന്റിജർ കിട്ടുമെന്നല്ലേ ഇത് പറയണേ? രണ്ട് ഓഡ് ഇന്റിജേഴ്സിന് ആഡ് ചെയ്താൽ ഒരു ഈവൻ ഇന്റിജർ കിട്ടുമെന്നാണ്. അപ്പോ നമ്മൾ നമുക്ക് ഇതിന്റെ പ്രൂഫ് എഴുതണം. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച ലോജിക്കൽ യൂസ് ചെയ്തിട്ട് ഇതിന്റെ പ്രൂഫ് എഴുതണം. ഇതിന്റെ പ്രൂഫ് എഴുതണമെങ്കിൽ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെയുള്ള അസംഷൻ എന്താണ്? കെയും എല്ലും രണ്ടും ഓഡ് എന്നാണ്. കെയും എല്ലും ഓഡ് ഇന്റിജേഴ്സ് ആണെങ്കിൽ കെ പ്ലസ് എൽ ഈവൻ എന്നാണ് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ആർബിട്രറി ആയിട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? The proof is universal generalization for all integers k and l. എങ്ങനെയാ പറയുക? ആക്ച്വലി for all integers k and l, for all integers k and l, kയും l ഇന്റിജേഴ്സ് ആണ്. ഇന്റിജർ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z കൊണ്ടാണ് അല്ലേ? നാച്ചുറൽ നമ്പർ സെറ്റ് അറിയാലോ. നാച്ചുറൽ നമ്പർ സെറ്റ് ആരാ? n കൊണ്ട് ഡിനോട്ട് ചെയ്യും. 1 2 3 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പർ സെറ്റ്. ഇന്റിജർ സെറ്റ് എന്ന് നമ്മൾ z കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആരൊക്കെയാ? എക്സെട്ര, -2 -1 0 1 2 ഇങ്ങനെ പോകുന്ന സെറ്റാണ് ഇന്റിജർ സെറ്റ് അല്ലേ? ഇനി റാഷണൽ നമ്പർ സെറ്റ് ഉണ്ട്. റാഷണൽ നമ്പർ സെറ്റ് നമ്മൾ q കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. q എന്ന് വെച്ചാൽ റാഷണൽ നമ്പർ സെറ്റ് ആരാ? സെറ്റ് ഓഫ് ഓൾ m by n such that m and n are integers and n not equal to 0. This is rational numbers. ഇനി ഇങ്ങനെ എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇതിനെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരിക? √2 √3 √5 അല്ലെ? എക്സെട്ര പൈ log 2 ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി റിയൽ നമ്പേഴ്സ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് ദ യൂണിയൻ ഓഫ് റാഷണൽസ്. റാഷണൽസിന്റെയും ഇറാഷണൽസിന്റെയും യൂണിയൻ ആണ് റിയൽ നമ്പേഴ്സ്. നമുക്കൊരു റിയൽ ലൈനിൽ അവയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലെ? -∞ 0 ∞ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ റിയൽ നമ്പേഴ്സ് ഉണ്ട്. -1 2 -2 ഇങ്ങനെ. ഇനി ഈ പോയിന്റിലെ ഈ ലൈനിലെ ഓരോ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. ഈ ലൈനിലെ ഓരോ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്കിവിടെ for all k and l are both odd. For all k and l are odd. അങ്ങനെയാണെങ്കിൽ implies k plus l is even എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. കെയും എല്ലും ഓഡ് ഇന്റിജർ ആണെങ്കിൽ k plus l ഈവൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ if പാർട്ട്, ഇതാണ് then പാർട്ട്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണം. അപ്പൊ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കെയും എല്ലും ഓഡ് എന്നാണ്. given k and l are odd. k and l are both odd. ഓഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ എന്ത് എഴുതാൻ പറ്റും? ഓഡ് നമ്പേഴ്സ് ഇരിക്കുന്ന ഫോം എങ്ങനെയാ? ഒരു ഈവൻ നമ്പർ പ്ലസ് 1 എന്നല്ലേ? അപ്പൊ ദാറ്റ് ഈസ് k is of the form. k is നമുക്കറിയാം. if n is നമുക്ക് എന്തുകൊണ്ട് നമുക്ക് എഴുതാം? നമുക്ക് ഇങ്ങനെ if n is odd, n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ n എങ്ങനെ എഴുതും? n is equal to 2 ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1, 2q plus 1 അങ്ങനെ എഴുതാം അല്ലെ? അപ്പൊ കെയും എല്ലും ഓടാണ്ട് ഞാൻ k is equal to 2m plus 1 എന്ന് എഴുതും. ഫോർ സം ഇന്റിജർ m അല്ലെ? ഏതോ ഒരു ഇന്റിജറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് k കിട്ടുന്നത്.
അപ്പോൾ k is equal to 2m plus 1 ഒരു ഇൻറ്റിജർ ആണ്. അതേപോലെ എല്ലോ എല്ലും ഇങ്ങനെ എഴുതാൻ പറ്റും. എല്ലും ഒരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ എല്ലും ഒരു ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് എല്ലിനെ എങ്ങനെ എഴുതാം? ഒരു 2n plus 1 അല്ലേ, ഫോർ സം ഇൻറ്റിജർ n. അപ്പോ k plus l നോക്കിയാലോ, then k plus l is equal to, what is k plus l? 2m plus 1 plus 2n plus 1 അല്ലേ, is equal to എന്താ 2m plus 2n plus 2 അല്ലേ, 1 plus 1 2 അല്ലേ, that is 2 times m plus n plus 1. ഇവിടെ നോക്കടോ, m ഇൻറ്റിജർ ആണ്, n ഇൻറ്റിജർ ആണ്. അപ്പൊ m ഉം n ഉം ഇൻറ്റിജർ ആയതുകൊണ്ട് m plus n ഇൻറ്റിജർ ആണ്, m plus n plus 1 ഉം ഇൻറ്റിജർ ആണ്. ഇത് നോക്കിയേ, ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ. അപ്പൊ ഈവൻ നമ്പർ അല്ല, മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ടിരിക്കുന്ന നമ്പേഴ്സ് അല്ല ഈവൻ നമ്പറിലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആരാണ്? k plus l is multiple of 2, so k plus l is an even number. ശരിയല്ലേ? നമുക്ക് തന്നിരുന്ന ഫാക്ട്സ് എന്തായിരുന്നു, തന്നിരുന്ന ആർഗ്യുമെന്റ്സ് എന്തായിരുന്നു? കെയും എല്ലും ഓടെന്നായിരുന്നു തന്നിരുന്നത്. അപ്പൊ കെയും എല്ലും ഓടാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് ഇങ്ങനെ വരുമെന്ന് അറിയാം. അവയുടെ സം ഈവൻ ആണെന്ന് പ്രൂവ് ചെയ്യും അല്ലെ, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞു. നമുക്ക് അറിയുന്ന ഫാക്ട്സ് ഉപയോഗിച്ച് നമ്മൾ പ്രൂഫ് കൺസ്ട്രക്ട് ചെയ്യും. അടുത്തേ for all integers k and l, for all integers k and, ഇത് എല്ലാ ഇന്റിജേഴ്സ് നേരത്തെ ഉള്ള ക്വസ്റ്റിനെ പോലെ അല്ല, ഇത് എല്ലാവരും പറയുന്നു. if k and l are both odd, രണ്ടും odd ആണെങ്കിൽ, k and l are both odd, then their product kl is also odd. Then their product k into l is both odd. കെയും എല്ലും രണ്ടും ഓഡ് ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ്, കെയും എല്ലും ഓഡ് നമ്പർ ആണെങ്കിൽ അല്ലെ, കെയും എല്ലും ഓഡ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റും ഓഡ് ആയിരിക്കും അല്ലെ. കെ എൽ ഈസ് ഓൾസോ ഓഡ്. അപ്പോൾ കെയും എല്ലും ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റും ഓഡ് ആയിരിക്കും. അപ്പോ നമുക്ക് നേരത്തെ പോലെ തന്നെ എഴുതാം. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഗിവൺ കെയും എല്ലും ഓഡ് ഇന്റിജേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഗിവൺ കെ ആൻഡ് എൽ ആർ ബോത്ത് ഓഡ്. രണ്ടും ഓഡ് ആകുമ്പോൾ നമുക്ക് എന്തറിയാം? therefore k can be written as 2m plus 1 അല്ലെ, 2ന്റെ മൾട്ടിപ്പിൾസ് പ്ലസ് 1 അല്ലെ, where m is some integer. m ഏതോ ഒരു ഇന്റിജർ ആണ്. ഇനി എല്ലിനെ എങ്ങനെ എഴുതാം? l is equal to 2n plus 1. കാരണം എന്താ? ബോത്ത് ഓടെന്നല്ലേ പറഞ്ഞേ, രണ്ടും ഓടായതുകൊണ്ടുള്ള പ്രശ്നമാണ് അതല്ലേ. വേറെ n is some integer. അങ്ങനെയാണെങ്കിൽ k into l എന്താ? k into l എന്താ? 2m plus 1 into 2n plus 1. That is 2m plus 1 into 2n plus 1. 2m into 2m 4mn plus 2m plus 2n plus 1. നോക്കിയേ, ഇവിടെ ഇത്രയും ടോപ്പ് പോർഷനിൽ നിന്ന് 2 കോമൺ എടുക്കാമല്ലോ. അപ്പൊ 2 കോമൺ എടുത്താൽ എന്താവും? 2 into 2mn plus m plus n
അല്ലെ, +1 ശരിയല്ലേ? ഇസ് ഈക്വൽ ടു നോക്കിയേ, ഇത് 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 2ന്റെ മൾട്ടിപ്പിൾ +1 എന്നല്ലേ? ഇവിടെ എമ്മും എന്നും ഇന്റിജേഴ്സ്, അപ്പൊ 2mn ഇന്റിജർ ആണ്, +m+n. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന കംപ്ലീറ്റ് ഒരു ഇന്റിജർ ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു 2q+1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? വേർ q ഇസ് ഈക്വൽ ടു, അതൊരു ഇന്റിജർ ആണ്, 2mn + m+n. അപ്പോ ഒരു 2ന്റെ മൾട്ടിപ്പിൾ +1 അല്ലേ ആര്? kl. അപ്പൊ kl ഇസ് ഈക്വൽ ടു 2ന്റെ മൾട്ടിപ്പിൾ +1. 2ന്റെ മൾട്ടിപ്പിൾ +1 എന്ന് പറയുന്നത് എന്താണ് അല്ലേ? ഈ സം ഇന്റിജർ, q ഒരു ഇന്റിജർ ആണല്ലോ. q ഒരു ഇന്റിജർ ആണല്ലോ. അപ്പോൾ എന്താ വരിക? അപ്പൊ kl എന്തായി? 2ന്റെ മൾട്ടിപ്പിൾ +1 ആയല്ലോ. Thus kl is an odd number. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു? kl ഓഡ് ആയിരിക്കും. നെക്സ്റ്റ്, third question. If m is even, m is an even integer, m even integer ആണെങ്കിൽ then m+7 is odd. അപ്പോ m ഈവൻ ഇന്റിജർ ആണെങ്കിൽ m+7 ഓഡ് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാടെ? എങ്ങനെ എടുക്കാടെ? പറഞ്ഞേ ഡോ, പറഞ്ഞേ അഭിജിത്തെ. m ഈവൻ ആണെങ്കിൽ എങ്ങനെ എടുക്കാം എമ്മിനെ? ഹലോ ഹലോ, m ഈവൻ ആണെങ്കിൽ എങ്ങനെ എടുക്കാടെ എമ്മിനെ? കേൾക്കുന്നില്ലേ? m ഈവൻ ഇന്റിജർ ആണെങ്കിൽ m നമ്മൾ എങ്ങനെ എടുക്കും? m ഈവൻ m+1 ഓഡ് എന്ന് പറഞ്ഞെടുക്കാം. m ഈവൻ ആണെങ്കിൽ m നെ നമ്മൾ എങ്ങനെയാ എടുക്കണേ? m 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ലേ? m is equal to 2k എന്ന് എടുക്കാമല്ലോ അല്ലേ? for some integer k അല്ലേ? അപ്പോ m+7 എന്തായിരിക്കും? m+7 is equal to 2k+1. 2k+7 അല്ലേ? m+7 ആയോച്ചു. അപ്പോ ഇതിനെ 2k+7 m is equal to 2k എന്ന് എഴുതി +7. ഇനി 2k+7 ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് 2k+6+1 എന്നാക്കിയേ. 2k+6 ആകുമ്പോൾ രണ്ടിടത്തിൽ നിന്ന് 2 കോമൺ എടുക്കാമല്ലോ. 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു k+3+1. അപ്പൊ നോക്കിയേ, 2 ഇൻറ്റു k+3 വരും ഒരു q എന്ന് കൊടുത്താലോ. എന്തേ? അപ്പൊ 2 ഇൻറ്റു 2k+6നെ 2 കോമൺ എടുത്താൽ 2 ടൈംസ് k+3 ആണല്ലേ? 2 ഇൻറ്റു k+3+1. അപ്പൊ k+3 പകരം q കൊടുത്തു അല്ലേ? k+3 is equal to q സം ഇന്റിജർ. അപ്പൊ ഇതിപ്പോ എങ്ങനെ വന്നു? 2ന്റെ മൾട്ടിപ്പിൾ +1 ആയിട്ട് വന്നില്ലേ അല്ലെ? 2ന്റെ മൾട്ടിപ്പിൾ +1. 2ന്റെ മൾട്ടിപ്പിൾ +1 എന്ന് പറയുന്നത് എന്താണ്? ഓഡാണ് അല്ലെ? 2ന്റെ മൾട്ടിപ്പിൾ +1 എന്ന് പറയുന്നത് ഓഡാണ്. അപ്പൊ m+7 എന്തായി? ഒരു ഓഡ് നമ്പർ അല്ലെ?
ഇനി ഈ പ്രൂഫിനെ തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽ എഴുതാമല്ലോ. അപ്പോ ഞാൻ കോൺട്രാപൊസിഷൻ മെത്തേഡിൽ ചെയ്താലോ. കോൺട്രാപൊസിഷൻ മെത്തേഡ്, ഈ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ മെത്തേഡ്. എന്താണ് കോൺട്രാപൊസിഷൻ? പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ മെത്തേഡ്. കോൺട്രാപൊസിഷൻ പറഞ്ഞിട്ടില്ലേ നമ്മള്, P ഇംപ്ലൈസ് Q ആണെങ്കിൽ നെഗേഷൻ Q ഇംപ്ലൈസ് നെഗേഷൻ P എന്നുള്ളതാണ് കോൺട്രാപൊസിഷൻ അല്ലേ. കോൺട്രാപൊസിഷൻ അറിയാം? കോൺട്രാപൊസിഷൻ അറിയാത്തവരുണ്ടോ? കോൺട്രാപൊസിഷൻ പറയുന്നത് കോൺട്രാപൊസിഷൻ ഈസ് P plus Q ആണെങ്കിൽ if and only negation Q implies negation P. ഇതാണ് കോൺട്രാപൊസിഷൻ. ഞാൻ കോൺട്രാപൊസിഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്താലോ. അപ്പൊ ഇവിടെ P എന്ന് പറഞ്ഞ ആരാണ്? P എന്ന് പറഞ്ഞ ആരാണ്? P of M. P of M എന്ന് പറഞ്ഞാൽ M is even അല്ലെ, P of M. അടുത്ത് Q of M എടുക്കാം. M plus 7 is odd. ഇതാണ് Q of M എന്ന് എടുക്കാൻ അടുത്ത്. M plus 7 is odd. അപ്പൊ നമുക്കിവിടെ ആക്ച്വലി P of M implies Q of M എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈസ് ഗിവൺ അല്ലെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇതിനെ കോൺട്രാപൊസിഷൻ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അസ്യൂം ഫസ്റ്റ് എന്ത് അസ്യൂം ചെയ്യണം? അസ്യൂം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? നെഗേഷൻ Q അസ്യൂം ചെയ്യണം. എന്താണ് അസ്യൂം? നെഗേഷൻ Q മീൻസ് അസ്യൂം M plus 1 is M plus 7 is even. Assume Q plus M is Q plus 7. Assume M plus 7 is not odd അല്ലേ. അതാണ് നെഗേഷൻ. M plus 7 not odd means M plus 7 is even. M plus 7 even ആണെങ്കിൽ M plus 7 എങ്ങനെ എഴുതാം? M plus 7 even ആണെങ്കിൽ M plus 7 നമ്മൾ എങ്ങനെ എഴുതും? M plus 7 even ആണ് M plus 2k എന്ന് എഴുതാം അല്ലേ. അല്ലെ, ഈവൻ നമ്പർ എല്ലാം 2 ന്റെ മൾട്ടിപ്ലൈ ചെയ്ത് ഫോർ സം ഇന്റിജർ k. അപ്പൊ M plus 7 എന്താണ്? 2k എന്ന് എഴുതി. അപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ M എന്താവും? M plus 7 is equal to 2k ആണെങ്കിൽ M is equal to 2k minus 7 എന്നായി അല്ലേ. M is equal to 2k minus 8 plus 1 എന്ന് എഴുതാമല്ലോ. മൈനസ് 7 മൈനസ് 8 പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. ഈ രണ്ട് ടേമിൽ നിന്ന് 2 കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? k minus 4 plus 1 അല്ലേ. k minus 4 plus 1. അപ്പോ M is equal to 2 into k minus 4 ന് പകരം ഒരു P എന്ന് കൊടുത്താലേ അല്ലെ. For some integer P is equal to k minus 4. Sum എന്ന് വേണ്ട, where P is equal to k minus 4 is an integer. അതൊരു ഇന്റിജറാണ്. ഒരു ഇന്റിജറിന്റെ മൾട്ടിപ്പിൾ എന്താണ്? ഒരു ഇന്റിജറിന്റെ മൾട്ടിപ്പിൾ 2ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1. 2ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എല്ലാം ഓടാണ് അല്ലെ. M is equal to odd number. നമുക്ക് എന്ത് കിട്ടി? M is not even എന്ന് കിട്ടിയല്ലോ അല്ലെ. അപ്പൊ നെഗേഷൻ Q കിട്ടിയില്ലേ, നെഗേഷൻ P കിട്ടിയില്ലേ, നെഗേഷൻ PM അല്ലെ. നെഗേഷൻ PM എന്ന് കിട്ടിയല്ലോ. നെഗേഷൻ PM ഈസ് ട്രൂ എന്നായില്ലേ. അപ്പോ നമ്മള് കോൺട്രഡിക്ഷൻ മെത്തേഡ് അപ്ലൈ കോൺട്രാപൊസിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോ എന്ത് വന്നു? നെഗേഷൻ Q അസ്യൂം ചെയ്തപ്പോ നെഗേഷൻ P ആണ്.
അല്ലെ? P. Negation because of the എം ഈസ് നോട്ട് ഈവൻ എന്ന് പറഞ്ഞു. ഇത് കോൺട്രാപൊസിഷൻ മെത്തേഡ് വെച്ച് അപ്ലൈ ചെയ്യുന്നല്ലേ? ഇതാണ് കോൺട്രാപൊസിഷൻ മെത്തേഡ് വെച്ച് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചോ? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചാണെങ്കിലോ? കോൺട്രഡിക്ഷൻ മെത്തേഡ് പറയുന്നത് എന്താ? P implies Q പ്രൂവ് ചെയ്യാൻ, ആക്ച്വലി P implies Q പ്രൂവ് ചെയ്യാൻ നമ്മൾ അസ്യൂം P പ്രൂവ് Q എന്നുള്ളതാണ് നമ്മുടെ ലോജിക് അല്ലെ? ഇതാണ് സാധാരണ മെത്തേഡ് അല്ലെ? ഡയറക്റ്റ് മെത്തേഡ്. അസ്യൂം P പ്രൂവ് Q. അതായത് P അസ്യൂം ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന ഫാക്റ്റുകൾ ഉപയോഗിച്ച് Q പ്രൂവ് ചെയ്യും. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി കോൺട്രഡിക്ഷൻ മെത്തേഡ് ആണെങ്കിൽ അസ്യൂം P പ്രൂവ് ചെയ്യേണ്ടത് Q എന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി അവിടെ അസ്യൂം ചെയ്യും. അസ്യൂം നോട്ട് Q. അസ്യൂം Q ഈസ് റോങ്. Q ഈസ് റോങ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? നോട്ട് എന്താണോ പ്രൂവ് ചെയ്തത് അത് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് തെറ്റാണെന്ന് കൂടി അസ്യൂം ചെയ്യും. അസ്യൂം നെഗേഷൻ Q. അപ്പൊ Pയും അസ്യൂം ചെയ്യും, നെഗേഷൻ Qവും അസ്യൂം ചെയ്യും. അപ്പോൾ ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരും. നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്ഷൻ. ഇതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. അപ്പൊ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ഗിവൺ ആരാ? എം ഈസ് ഈവൻ ഇന്റിജർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അത് ഞാൻ അസ്യൂം ചെയ്തു. അത് അസ്യൂം ചെയ്തു. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് M+7 ഓടെന്നല്ലേ? ഞാൻ അസ്യൂം ചെയ്യും എനിക്ക് M+7 ഓടെന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. അല്ല, M+7 ഓടെന്നാണ് അസ്യൂം പ്രൂവ് ചെയ്യേണ്ടത്. വി വാണ്ട് ടു പ്രൂവ് M+7 ഈസ് ഓഡ്. ഞാൻ അതിനു വേണ്ടിയിട്ട് M+7 ഈസ് നോട്ട് ഓഡ് എന്ന് അസ്യൂം ചെയ്യും. M+7 ഈസ് നോട്ട് ഓഡ് എന്ന് അസ്യൂം ചെയ്യും. അപ്പൊ ഇവിടെ രണ്ട് അസംഷൻസ് ഉണ്ട്. അപ്പൊ M ഈവൻ ആണെന്നുകൊണ്ട് M+7 ഓഡ് അല്ല എന്നുണ്ട്. രണ്ട് അസംഷൻസ് ഉണ്ട്. ഒന്ന് M ഈവൻ ആണെന്നും മറ്റേത് M+7 ഓഡ് അല്ല. മീൻസ് ആരാ? M+7 ഈവൻ അല്ലെ? ദാറ്റ് ഈസ് M+7 ഈസ് ഈവൻ. അപ്പോ M+7 M ഈവൻ ആണെന്നും M+7 ഈവൻ ആണെന്നും അല്ലെ? അപ്പൊ M ഈവൻ ആണെന്നും M+7 ഈവൻ ആണ്. അപ്പൊ ദാറ്റ് ഈസ് അപ്പൊ M+7 ഈവൻ ആണെങ്കിൽ എന്തായിരിക്കും? M+7 is equal to 2k ആയിരിക്കുമല്ലോ അല്ലെ? Therefore M+7 ഈവൻ ആയതുകൊണ്ട് M+7 എന്ന് പറഞ്ഞാൽ 2k ആയിരിക്കും. M+7 2k ആണെങ്കിൽ M is equal to 2k minus 7 അല്ലേ? M is equal to 2k minus 7 -8 plus 1 എന്ന് എഴുതാം. M is equal to ഇവിടെ നിന്ന് രണ്ടിടത്ത് നിന്ന് 2 കോമൺ എടുത്താൽ എന്ത് വരും? 2 into k minus 4 plus 1. അപ്പൊ M is equal to 2n plus 1 അല്ലെ? N is equal to k minus 4. അപ്പൊ നോക്കിയേ, M എന്തായി? 2n plus 1 ആയില്ലേ? M is equal to odd ആയി. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? M ഈവൻ എന്നാണ്. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് M+7 ഓഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ M+7 ഓഡ് അല്ലെന്ന് അസ്യൂം ചെയ്തപ്പോ M ഓടെന്ന് കിട്ടി. മീൻസ് M നോട്ട് ഈവൻ അല്ലെ? ദാറ്റ് ഈസ് M ഈസ് നോട്ട് ഈവൻ. അപ്പോ നമ്മുടെ ഗിവൺ കണ്ടീഷനെ തന്നെ തെറ്റിച്ചില്ലേ? ഗിവൺ കണ്ടീഷനെ തന്നെ തെറ്റിച്ചു. അപ്പോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ? അതൊരു കോൺട്രഡിക്ഷൻ. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ? നമ്മുടെ അസംഷനെ കോൺട്രഡിക്ട്, നമ്മുടെ ഗിവൺ ഇഫ് പാർട്ടിനെ കോൺട്രഡിക്ട് ചെയ്തു. ഹെൻസ് അവർ അസംഷൻ ഈസ് റോങ്.
hence our assumption is wrong. നമ്മുടെ assumption എന്തായിരുന്നു? നമ്മുടെ assumption എന്തായിരുന്നു? assumption എന്തായിരുന്നു? m+7 is not odd എന്നുള്ളതാണ് assumption. അപ്പൊ m+7 is not odd എന്നുള്ളത് തെറ്റാണ് അല്ലെ? m+7 is not odd എന്നുള്ളത് തെറ്റാണ്. m+7 is therefore m+7 is odd. അങ്ങനെ പ്രൂവ് ചെയ്യാം. ഇത് കോൺട്രഡിക്ഷൻ മെത്തേഡ്. അപ്പൊ കോൺട്രഡിക്ഷൻ മെത്തേഡ്, കോൺട്രാപ്പോസ്, ഈ മൂന്ന് ടൈപ്പും പറഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ. പ്രൂഫ് ബൈ ആദ്യം ഡയറക്റ്റ് മെത്തേഡ്, ഇത് ഡയറക്റ്റ് മെത്തേഡ്. അടുത്ത് കോൺട്രാപ്പൊസിഷൻ മെത്തേഡ്, അടുത്ത് കോൺട്രഡിക്ഷൻ മെത്തേഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമ്മുടെ ഈ മോഡ്യൂൾ അവസാനിപ്പിക്കാൻ പോവാണ്. For all positive integers, x, for all positive integers വേണ്ട, for all positive real numbers, x and y, if the product xy exceeds 25, then x greater than 5 or y greater than 5. For all positive real numbers x and y, if the product exceeds 25, then x greater than 5 or y greater than 5. അപ്പോൾ ഞാൻ xy ഇവിടെ ഗിവൺ എന്താണ്? ഇവന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഗിവൺ എന്താ? ഗിവൺ എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ്. ഗിവൺ x, y ആർ റിയൽ നമ്പേഴ്സ്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടത്തെ പ്രിമിസസ് ആണ് ഇതൊക്കെ. എക്സും വൈയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നുള്ള പ്രിമിസ് ആണ്. വേണമെങ്കിൽ എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ ആണ്, വൈ പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. ഇനി ഒന്നുകൂടി ഉണ്ട്, പ്രോഡക്റ്റ് xy exceeds 25 അല്ലേ? ആൾസോ പ്രോഡക്റ്റ് xy അതും തന്നിട്ടുണ്ട്. ആൾസോ ഗിവൺ പ്രോഡക്റ്റ് xy exceeds 25 അല്ലെ? xy greater than 25 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതും തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, ഈ രണ്ട് പ്രൊമിസസ് ഇവിടെയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് x greater than 5 അല്ലെങ്കിൽ y greater than 5 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഞാനിവിടെ കോൺട്രഡിക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സപ്പോസ് ദാറ്റ് x greater than 5 എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? ഞാൻ അസ്യൂം ചെയ്യും. assume x is not greater than 5. X is not greater than 5. അപ്പൊ x റിയൽ നമ്പർ അല്ലേ? ദാറ്റ് ഈസ് x 5-നേക്കാളും വലുതല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ 0-ക്കും 5-നും റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ ആകുമ്പോ 0, 5 ഉണ്ടെങ്കിൽ അല്ല 0, 1, 2, 3, 4, 5 ഇതുവരെ ഉണ്ട്. ഇവിടെ ആൾക്കാരുണ്ട്. റിയൽ നമ്പർ ആണ്. ഇന്റിജർ ആണെങ്കിൽ 4 കഴിഞ്ഞിട്ട് 5 വരുള്ളൂ. ഇന്റിജർ ആണെങ്കിൽ 4 വരെ വരുള്ളൂ. പക്ഷെ റിയൽ നമ്പർ ആയതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 4.1, 4.2 എല്ലാം വരും. റിയൽ നമ്പർ ആണ്. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റിയൽ നമ്പർ 0 ലെസ് ദാൻ അല്ലെ? 0 ലെസ് ദാൻ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ 0 ലെസ് ദാൻ
എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 5 വരെ വരാം അല്ലെ. അപ്പോ എക്സ് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് അതും കൂടി എടുക്കാം. സപ്പോസ് ദാറ്റ് ഞാൻ കൺക്ലൂഷൻ എനിക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 5 ഓർ എക്സ് വൈ ഗ്രേറ്റർ ദാൻ 5 എന്നിൽ പ്രൂവ് ചെയ്യണ്ടേ. ഞാൻ അസ്യൂം എക്സ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് വൈ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 5 അങ്ങനെ എടുക്കാം. ആൻഡ് വൈ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പൊ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിന്റെ നേരെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തു, അതിന്റെ നേരെ റിവേഴ്സ് എടുത്തു. അപ്പൊ we have ഞാൻ ഈ രണ്ട് ഇൻഇക്വാലിറ്റി മൾട്ടിപ്ലൈ ആണ്. 0 into 0 ലെസ് ദാൻ എക്സ് ഇൻറ്റു വൈ ലെസ് ദാൻ 5 into 5. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഇപ്പോ 0 5നേക്കാൾ ചെറിയ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ 25നേക്കാളും 25നേക്കാളും ചെറുതോ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആളെ നമ്പറിൽ വരുള്ളൂ. അപ്പൊ എക്സ് വൈന്റെ എക്സും വൈയും 5നേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് വൈ 25നേക്കാൾ ചെറുതോ ഈക്വൽ ആവും. എക്സും വൈയും 5നേക്കാൾ ചെറുതോ ഈക്വൽ ആണെങ്കിൽ എക്സ് വൈ 25നേക്കാളും ചെറുതോ ഈക്വൽ ആവും അല്ലെ. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഒരിക്കലും 25നേക്കാളും വലുതാവൂലല്ലോ. സോ ദ പ്രോഡക്റ്റ് എക്സ് വൈ does not exceed 25. So the product xy does not exceed 25. അപ്പൊ നമ്മുടെ അസംഷൻ എന്താണ്? എക്സ് 25നേക്കാളും വലുതെന്നല്ലേ, 25നേക്കാളും വലുതെന്നല്ലേ. എക്സ് വൈ ഗ്രേറ്റർ ദാൻ 25 എന്നാണ് പഠിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തു? എക്സ് വൈ ഒരിക്കലും 25നേക്കാളും വലുതാവില്ല, മാക്സിമം 25 വരെ വരുള്ളൂ. അപ്പൊ എന്തായി? Which is a contradiction. So the contract. Which is a നമ്മൾ given ആർഗ്യുമെന്റിനെ തെറ്റിച്ചല്ലോ അല്ലെ. ആർഗ്യുമെന്റിൽ രണ്ട് ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു, അതിൽ ഒരു ആർഗ്യുമെന്റിനെ തെറ്റിച്ചു. Which is a contradiction. കാരണം എന്താണ്? നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് യാത്ര തുടങ്ങി, തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ തെറ്റായ സ്ഥലത്ത് എത്തിച്ചേർന്നു, അപ്പോൾ കോൺട്രഡിക്ട് ചെയ്തു. അപ്പോ it is a contradiction. Therefore our assumption is wrong. Our assumption എന്തായിരുന്നു? x is not greater than 5 and y is not greater than 5 എന്നല്ലേ. നമ്മുടെ assumption തെറ്റാണ്. Therefore x greater than 5 or y greater than 5. അപ്പോൾ ഇങ്ങനെയും പ്രൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത മോഡ്യൂളിലോട്ട് പോവാം. മോഡ്യൂൾ 2. ഫസ്റ്റ് മോഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?